ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡോക്ട്രൈൻ ഓഫ് സെവറബിലിറ്റി അല്ലെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് സെപ്പറബിലിറ്റി എന്നാൽ എന്താണെന്നാണ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റുകളെ പറ്റിയാണ് പറയുന്നത് എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് മുമ്പത്തെ ക്ലാസ്സിൽ. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസിൽ 6 ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റുകളെ പറ്റി നമ്മൾ പറയും. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഇൻ റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 ഫ്രീഡങ്ങളെ പറ്റി പറയുമ്പോഴും റൈറ്റുകളെ പറ്റി പറയുമ്പോഴും എല്ലാ സ്ഥലത്തും സ്റ്റേറ്റ് ആണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇൻ കേസ് വയലേഷൻ വന്നാൽ സ്റ്റേറ്റിനെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യം സ്റ്റേറ്റ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 12 വെരി ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദിസ് പാർട്ടിൽ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ മെൻഷൻ ചെയ്തത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. ഈ ഒരു പാർട്ടിലെ നെക്സ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 3 ക്ലോസുകളാണ് ഉള്ളത്. 3 ക്ലോസിലും ആകെ മൊത്തം പറയുന്നത് ഇത്രേ ഉള്ളൂ: ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടാകാൻ പാടില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും നിയമമാകട്ടെ, കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന 1950 ജനുവരി 26 നമുക്കറിയാം കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത്. അപ്പൊ അതിനും ശേഷവും ആകട്ടെ മുമ്പാകട്ടെ ഇതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നിയമവും നിലനിൽക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 13 ക്ലോസ് 1 പറഞ്ഞിട്ടുണ്ട്, laws which are made, which are came into force before the commencement of the constitution, if those laws are inconsistent with the part 3 of the constitution, then the old laws will be considered as void. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നതിന് മുമ്പ് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ നമ്മുടെ പാർട്ട് 3യുമായിട്ട് ഇൻകൺസിസ്റ്റൻസി വരുന്നുണ്ട്. ഉദാഹരണത്തിന്, വെറുതെ ഒരു ഉദാഹരണം പറയുന്നതിന്, പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു വിചാരിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ജോബിന്റെ അകത്ത് സ്ത്രീകൾ മാത്രം മതി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിന്റെ അകത്ത് ഇന്ന കാസ്റ്റിലുള്ള ആളുകൾ മാത്രം മതി, മറ്റേ കാസ്റ്റ് വേണ്ട. അങ്ങനെ ഒരു പ്രൊവിഷൻ പണ്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം പാർട്ട് 3യുമായിട്ട് ആ ഒരു നിയമത്തിന് ഇൻകൺസിസ്റ്റൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. നമുക്കറിയാം പാർട്ട് 3 ആർട്ടിക്കിൾ 15 ക്ലോസ് 1 ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്, നോ സിറ്റിസൺ ഷാൾ ബി ഡിസ്ക്രിമിനേറ്റഡ് ബേസ്ഡ് ഓൺ റേസ്, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അപ്പോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. അപ്പൊ ഈ പണ്ടുണ്ടായിരുന്ന ലോ എന്തായി? നമ്മുടെ ഈ പാർട്ട് 3യുമായി ഇൻകൺസിസ്റ്റൻസി വന്നു, ഇൻബാലൻസ്ഡ് ആയി. പഴയ നിയമത്തിൽ ഒന്ന് പറയുന്നു, ഇപ്പോഴത്തെ നിയമത്തിൽ വേറൊന്ന് പറയുന്നു. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ പഴയ നിയമങ്ങളെ വോയിഡ് ആയി കൺസിഡർ ചെയ്യണം, അതിനെ അസാധുവായി കണക്കാക്കണം എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ 13 ക്ലോസ് 1 പറഞ്ഞു പോയത്. അപ്പൊ ആ ഒരു നിയമം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം വരാം, പഴയ നിയമം മൊത്തത്തിൽ അസാധുവാക്കി കളയണോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണത്. അതായത് ഒരു നിയമം, പണ്ടുണ്ടായിരുന്ന ഒരു നിയമമാണ്, ആ നിയമം ഒരു ആക്ട് ആണെന്ന് വിചാരിക്കുക. അതിലൊരു 100 സെക്ഷൻസ് ഉണ്ട്, 100 പ്രൊവിഷൻസ് ഉണ്ട്. അതിലെ ഏതെങ്കിലും 2 or 3 പ്രൊവിഷൻസിൽ മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ടുള്ള വയലേഷൻ വരുന്നത്. ബാക്കിയുള്ള പ്രൊവിഷൻസിൽ വയലേഷൻ ഇല്ല. നമ്മളിവിടെ പഠിച്ചത് ഏതെങ്കിലും രീതിയിൽ പാർട്ട് 3യുമായിട്ട് വയലേഷനോ ഇൻഫ്രിഞ്ച്മെന്റോ വന്നാൽ ആ പഴയ നിയമത്തിനെ എടുത്ത് കളയണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒരു സംശയം നമ്മുടെ മുമ്പിൽ വരാം, ആ ഒരു ഭാഗത്തെ മാത്രം കളഞ്ഞാൽ മതിയോ, മുഴുവനായിട്ടും കളയണോ? യെസ്, ഇതാണ് കോടതി ഈ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന കോൺസെപ്റ്റിലൂടെ കോടതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോടതി പറയുന്നത്, ഈ ഒരു ഡോക്ട്രൈനിലൂടെ കോടതി ഇവോൾവ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു ഡോക്ട്രൈൻ ആണിത്, ഒരു നിയമമാണ്. കോടതി പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയമം വന്നാൽ ആ നിയമത്തിന്റെ ഏതൊരു പ്രൊവിഷനിലാണോ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഉള്ളത്, ആ ഒരു പ്രൊവിഷനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ ആ ഒരു ഒഫൻഡിങ് പാർട്ടിനെ മാത്രം വോയിഡ് ആക്കിയാൽ മതി, മുഴുവൻ ആക്ടിനെയും വോയിഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ആ ഒരു പെർട്ടിക്കുലർ പോർഷനെ മാത്രമായി വേർതിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഹോൾ സ്റ്റാറ്റ്യൂട്ട് മൊത്തത്തിൽ വോയിഡ് ആക്കി കളയണം. വെറും ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ ഒരു ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയുടെ ഇടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാറ്റയോ ഒരു പല്ലിയോ വലിയൊരു പ്ലേറ്റിലാണ് ബിരിയാണി കഴിക്കുന്നത്. നമ്മളൊരു 5 പേര് ഒരുമിച്ച് വലിയൊരു പ്ലേറ്റ് കഴിക്കുന്നതാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു ഈച്ചയോ പാറ്റയോ എന്തെങ്കിലും ചത്ത് വീണു, ദെൻ വാട്ട് വിൽ വി ഡു? സാധാരണ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അത്രയും ഒരുപാട് ബിരിയാണി ഉണ്ട്, ആ ഒരു സൈഡിലാണ് പാറ്റ വീണേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സൈഡും ആ ഒരു ഭാഗം മൊത്തത്തിൽ ചോറ് കളയും.
പാറ്റ വീണ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് കളയും. എന്നിട്ട് ഇപ്പുറം സൈഡ് നമ്മൾ കഴിക്കൂലേ? എന്താ പ്രശ്നം? അതിന്റെ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പക്ഷെ അതേസമയം ഒരു പാല് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാലിന്റെ ഒരു വക്കിലോട്ടാണ് ഈ പാറ്റ വീണത് എങ്കിൽ നമ്മൾ ആ പാലിന്റെ താഴ്ഭാഗം കുടിക്കും, മേൾഭാഗം കളയും. അങ്ങനത്തെ സ്കീം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഈ രണ്ട് എക്സാമ്പിളിൽ ഈ രണ്ട് രീതി വന്നത്? ഒന്നാമത്തതില് ബിരിയാണി സെപ്പറേറ്റബിൾ ആണ്. ആ ഒരു പ്രശ്നമുള്ള ഭാഗം മാത്രം കളഞ്ഞാലും ബാക്കിയുള്ള സ്ഥലത്തിന്റെ അതിലേക്ക് അതിന്റെ എഫക്ഷൻ വന്നിട്ടില്ല നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ രണ്ടാമത്തെ ഇൻസ്റ്റൻസില് പ്രശ്നം വരുന്നത് പാലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഹോൾ പാല് മൊത്തത്തിൽ അതിന്റെ ആ ഒരു വിഷവും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. ഇതേപോലെയാണ് നിയമങ്ങൾ. ചില നിയമങ്ങൾ ചില ആക്ടിന്റെ അകത്ത് കുറച്ച് പ്രൊവിഷൻസ് ചിലപ്പോൾ കാണുള്ളൂ, 7-8 പ്രൊവിഷൻസ്. അതിന്റെ അകത്ത് 3 പ്രൊവിഷൻസ് അല്ലെങ്കിൽ 3 സെക്ഷൻസിന്റെ അകത്തും വയലേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് 3ഉം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ബാക്കിയുള്ള സെക്ഷനുകളുമായിട്ട്. അതില്ലെങ്കിൽ ബാക്കിയുള്ളതിനെ വായിക്കാൻ പറ്റൂല, ബാക്കിയുള്ളതിനെ കൂട്ടി ഒരു ആക്ടായി കൺസിഡർ ചെയ്യാൻ പറ്റൂല. ആ 3 സെക്ഷൻ മാത്രം കളഞ്ഞാൽ ബാക്കിയുള്ള ഒരു സെക്ഷനുകൾ വെച്ച് മാത്രമായിട്ട് ഒരു ആക്ടായി കൺസിഡർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആക്ടിനെ മൊത്തത്തിൽ കളയേണ്ടി വരും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ഇൻ കേസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന സിറ്റുവേഷൻ ആണ്, ഉദാഹരണത്തിന് 100-50 സെക്ഷനുള്ള ഒരു ആക്ട് ആണ്, അതിന്റെ ഏതെങ്കിലും 1-2 സെക്ഷനിൽ മാത്രമാണ് വയലേറ്റീവ് കണ്ടന്റ് ഉള്ളതെങ്കിൽ ആ ഒരു സെക്ഷനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ചെയ്താൽ മതി, മൊത്തത്തിൽ എടുത്ത് കളയണ്ട എന്നാണ് കോടതി പറഞ്ഞത്. ആ ഒരു കോടതി പറഞ്ഞ നിയമത്തിനെയാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, സെവർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് സെപ്പറബിലിറ്റി. രണ്ട് രീതിയിലും ഈ ഡോക്ട്രിൻ അറിയപ്പെടാറുണ്ട്. കണ്ടില്ലേ? ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ഓൾസോ നോൺ ആസ് ദി ഡോക്ട്രിൻ ഓഫ് സെപ്പറബിലിറ്റി. നോക്കാം. ഇഫ് എ പ്രൊവിഷൻ ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതെ, പണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നിയമത്തിലെ ഒരു ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയി വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത് ഇങ്ങനെ ചെയ്യണം, ആ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് ഇങ്ങനെ ചെയ്യരുത്. രണ്ടും തമ്മിൽ വൈരുദ്ധ്യത വന്നാൽ ബട്ട് ഇസ് സെവറബിൾ ഫ്രം ദി റെസ്റ്റ്. ആ പെർട്ടിക്കുലർ പോർഷന്, ആ ഒരു ഒഫൻഡിങ് ആയിട്ടുള്ള ഭാഗം സെവറബിൾ ആണ്, ബാക്കിയുള്ള ആക്ടിൽ നിന്ന് അതിനെ മാത്രമായി കളയാൻ പറ്റും എങ്കിൽ then only that part is declared void. ആ ഒരു ഭാഗത്തെ മാത്രം കളഞ്ഞാൽ മതി. while the rest of the law remains valid. ബാക്കിയുള്ള നിയമങ്ങളെ വാലിഡ് ആയി കൺസിഡർ ചെയ്യണം. അല്ലാതെ മൊത്തത്തിൽ ആക്ട് എടുത്ത് കളയേണ്ട. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു പോർഷനെ മാത്രം കളഞ്ഞാൽ മതി, സെപ്പറേറ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തെ മാത്രം വോയിഡ് ആക്കിയാൽ മതി എന്നാണ് ഈ ഒരു ഡോക്ട്രിനിലൂടെ കോടതി പറയുന്നത്. when good and bad provisions are linked by and or. ഉദാഹരണത്തിന് ഗുഡും ബാഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആൻഡും ഓറൊക്കെ ഇട്ട് എഴുതിയേക്കുവാണ്. അതായത് ഞാൻ ഉദാഹരണത്തിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമെന്ന് വിചാരിക്കാം. അവര് വന്നോട്ടെ, അവരുടെ കൂട്ടത്തിൽ മുസ്ലിംസും വന്നോട്ടെ, ക്രിസ്ത്യൻസും വന്നോട്ടെ, ഹിന്ദുസും വന്നോട്ടെ. എന്നിട്ട് ഒരു ഉദാഹരണത്തിന് പിന്നെ ഞാൻ പറയുന്നതാണ്, മുസ്ലിംസും വന്നോട്ടെ, ക്രിസ്ത്യൻസും വന്നോട്ടെ, ഹിന്ദുസും വന്നോട്ടെ, ജൈൻ ബുദ്ധ വിഭാഗക്കാർ വരേണ്ട. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു ഞാൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു വിചാരിക്കുക. അപ്പൊ ഇവിടെ ഞാൻ മുസ്ലിംസും വന്നോട്ടെ, ക്രിസ്ത്യൻസും വന്നോട്ടെ, ഇവിടെ ഞാൻ ഓരോന്നും ഓറിട്ടാ പറയുന്നത്. പിന്നെ ഞാൻ ജൈൻ സിഖ് വരേണ്ട, അവര് വേണ്ട, അതൊരു ഓറിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതെന്താണ്? ആ ഒരു പെർട്ടിക്കുലർ റിലീജിയനോട് മാത്രം കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ അല്ലേ? അപ്പൊ ഈ മൊത്തത്തിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് കളയണോ? ആവശ്യമില്ല. അവരെ മാത്രം വേണ്ട, അവരെ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഓറിന് ശേഷം പറഞ്ഞിട്ടുള്ള ജൈൻ സിഖ് എന്ന ഭാഗം മാത്രം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്റെ സ്റ്റേറ്റ്മെന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇതേപോലെയാണ് ചിലപ്പോൾ പെർട്ടിക്കുലർ ആക്ടിന്റെ അകത്ത് ഓർ ഇട്ട് പറയുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒഫൻഡിങ് പാർട്ട് വരുന്നത്, ആൻഡ് ഇട്ട് പറയുമ്പോഴല്ലോ ആയിരിക്കും. അപ്പൊ ആ ഒരു ആൻഡിന്റെ അപ്പുറത്തുള്ള ഒഫൻഡിങ് പാർട്ടിനെ മാത്രം കളഞ്ഞാൽ മതി, മൊത്തത്തിൽ എടുത്ത് കളയണ്ട എന്നാണ് ഈ ഒരു ഡോക്ട്രിനിലൂടെ കോടതി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഈ കേസിന്റെ അകത്ത് സെക്ഷൻ 14 പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ ആക്ടിന്റെ സെക്ഷൻ 14ന്റെ അകത്ത് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ വന്നു. കോടതി പറഞ്ഞു ആ ഒരു സെക്ഷന്റെ അകത്ത് പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് മാറ്റിയാൽ അവിടെ ഏതോ ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്, പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ എന്ന വാക്കും കൂടി ചേർത്താൽ. അതുകൊണ്ട് കോടതി പറഞ്ഞു ആ പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ വാക്ക് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, ബാക്കിയുള്ള ഒരു ആക്ടിനെ മൊത്തത്തിൽ ഇൻവാലിഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദി റെസ്റ്റ് ഓഫ് ദി പ്രിവെൻഷൻ ഡിറ്റൻഷൻ ആക്ട് വാസ് അപ്ഹെൽഡ്. ആ സെക്ഷന്റെ അകത്തുള്ള ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ മാത്രം കളഞ്ഞിട്ട് ബാക്കിയുള്ള ദി റെസ്റ്റ് ഓഫ് ദി പ്രിവെൻഷൻ ഡിറ്റൻഷൻ ആക്ട് 1950 വാസ് അപ്ഹെൽഡ്. അതിനെ വാലിഡ് ആയി കോടതി
പറഞ്ഞു അല്ലെങ്കിൽ വാലിഡായി കണക്കാക്കി കൺസിഡർ ചെയ്തു. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ട് റിമൂവ്ഡ്, വാലിഡ് പാർട്ട് റീറ്റെയിൻഡ്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഭാഗം മാത്രം കോടതി തള്ളിക്കളഞ്ഞിട്ട് വാലിഡ് ആയിട്ടുള്ള ഭാഗത്തെ നിലനിർത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഈ സെക്ഷൻ 14 അകത്തുള്ള ഭാഗത്തെ മാത്രം കളഞ്ഞു, മൊത്തത്തിലുള്ള ആക്ട് കളയാതെ. കാരണം എന്താ, ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡിസിഷനിലോട്ട് എത്തിയത്. ഇതിന്റെ മറ്റും എക്സാമ്പിൾ ഉണ്ട്. DS നക്കാരിയുടെ കേസും എഴുതാം, അതേപോലെ സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് FN ബൽസാരിയുടെ കേസും എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു കൺക്ലൂഷൻ ആവും. ഒട്ടുമിക്ക എക്സാംസിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്പെക്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി കോടതിയായിട്ട് കൊണ്ടുവന്ന ഒരു ഡോക്ട്രിൻ ആണ്. ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടിൽ ഒരു ഒഫൻഡിങ് പാർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ടിനെ മാത്രം വേർതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടി ആണെങ്കിൽ ഹോൾ ആക്ടിനെ വോയിഡ് ആയി കൺസിഡർ ചെയ്യാതെ ഒഫൻഡിങ് പാർട്ടിനെ മാത്രം വോയിഡ് ആക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ ആണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളോ അറിയണമെങ്കിൽ ക്ലാസിന്റെ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.